ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ അതിട്ട് ചോദിച്ചു നമുക്കൊന്ന് പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എവിടുന്നാ ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത കൺഫ്യൂഷൻ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവസാനം ബോംബെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഈ വഴികളിലൂടെയൊക്കെ മുന്നേ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഞാൻ ഈ വഴികൾ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. അത് ചിലപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ പോയതുകൊണ്ടായിരിക്കാം. അന്നൊന്നും വഴി പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നില്ല. ആദ്യേട്ടൻ്റെ കൂടെ പോകുമ്പോൾ ഓരോ വഴികളും ഞാൻ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. മേ ബി ഇതൊരു മെച്യൂരിറ്റിയുടെ ഭാഗമായിരിക്കാം. വഴികളൊക്കെ പഠിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശമായിരിക്കാം പോകുന്ന വഴികളൊക്കെ ഞാൻ ഓർത്തു വയ്ക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബോംബെ റെസ്റ്റോറൻറ്റിലെത്തി. കയറി ചെന്നപ്പോൾ നിന്ന് തിരിയാൻ സ്ഥലമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ഒരു നായ്ക്കുട്ടിയുമായി ഒരു കപ്പിൾസ് ബീച്ചിലൂടെ നടക്കുന്നത് ശ്രദ്ധിച്ചത്. അപ്പോഴാണ് മുന്നേ എപ്പോഴോ കണ്ട റീലിൽ കൺവീനിയൻസ് സ്റ്റോർ നമ്മുടെ ഈ കാലിക്കറ്റ് ഉണ്ടെന്ന് ഞാൻ ഓർത്തത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ആദ്യേട്ടൻ്റെ അടുത്ത് ആ കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോയാലോ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് ആദ്യേട്ടനും. അങ്ങനെ തിരഞ്ഞ് ഞങ്ങൾ PT ഉഷ റോഡിലാണ് എന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങി. ഈ വഴികളിലൂടെ മുന്നേ ഞാൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് എന്നറിയാനുള്ള ജിജ്ഞാസയായിരുന്നു എനിക്ക്. ആദ്യമായിട്ട് എനിക്ക് ഇതാണ് എടയിലെ ഹോട്ടൽ എന്ന് പറഞ്ഞു തന്നു. കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് എന്നോട് ചോദിച്ചു അവിടെ കയറി ഭക്ഷണം കഴിക്കണോ എന്നുള്ളത്. അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ ഞാൻ മെല്ലെ പറഞ്ഞു ഇവിടെ വേണ്ട എന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോയി. കൺവീനിയൻസ് സ്റ്റോർ തിരഞ്ഞ് ഞങ്ങൾ വീണ്ടും ബീച്ച് റോഡിലേക്ക് എത്തി. അങ്ങനെ കുറച്ചു നേരം ബീച്ച് വ്യൂ ഒക്കെ ആസ്വദിച്ച് മെല്ലെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി. അങ്ങനെ PT ഉഷ റോഡിലേക്കുള്ള വഴിയിലൂടെ പോയപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. ഒരാൾ കാറിൻ്റെ ഡോർ തുറന്ന് അതിൻ്റെ മേലെ കയറി നിന്ന് വഴി ചോദിക്കുന്നു. ആശ്ചര്യം തോന്നി അത് കണ്ടപ്പോൾ. അങ്ങനെ ഫൈനലി എൻ്റെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മുടെ കൺവീനിയൻസ് സ്റ്റോർ 003 എന്നായിരുന്നു ആ കൺവീനിയൻസ് സ്റ്റോറിൻ്റെ പേര്. അവിടെ എത്തിയപ്പോൾ ഞാൻ ചാടി ഇറങ്ങി. കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ എന്തു ചെയ്യാൻ, അൺഫോർച്ചുനേറ്റ്ലി ഷോപ്പ് സൺഡേ ആയതുകൊണ്ടാണോ അറിയില്ല, ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നു. അതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത വിഷമത്തിൽ ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ ഒരാൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബൈപ്പാസിലൂടെ ഞങ്ങൾ പോയി. എന്ത് രസമല്ലേ നമ്മുടെ റോഡ് കാണാൻ. അങ്ങനെ പോകുമ്പോഴാണ് ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. പന്തീരാങ്കാവ് വളവ് തിരിഞ്ഞപ്പോൾ ഒരു നല്ല ഹോട്ടൽ കണ്ടു, ഭാരതി ഹോട്ടൽ. അത്യാവശ്യം തരക്കേടില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്നാക്കാം ഇന്നത്തെ ഭക്ഷണമെന്ന് വിചാരിച്ചു കയറി. ഞാനും ആദ്യമായിട്ടും പൊറോട്ടയും ചിക്കൻ പാർട്സ് കറിയും പിന്നെ 2 വൈറ്റ് ടീയും ഓർഡർ ചെയ്തു. നല്ല ഭക്ഷണം. ഇപ്പോഴാണ് ശരിക്കും വിശപ്പടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ സൺഡേ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.